അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത്. അതാ നോക്കൂ, ഒരുപാട് പേർ കമൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതായി പറഞ്ഞ കമൻറ്റുകളാണ്. നമ്മൾ വിചാരിച്ച പണം, പ്രശസ്തി, സമ്പത്ത് എല്ലാം നമ്മളിൽ വന്നു ചേരും. ആരോടും ഒരു സഹായം ചോദിക്കാതെ പടച്ച റബ്ബിനോട് സഹായം ചോദിച്ചാൽ നമ്മളിൽ വന്നു ചേരും. അതിനുള്ള ഒരു അത്ഭുത ദിക്റുകളാണ് ഇതിൽ ഞാൻ പറയുന്നത്. ഇത് ചൊല്ലിയ തീർച്ചയായും ഫലം ഉണ്ടാകുക തന്നെ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു സഹോദരങ്ങളെ, കമൻറ്റ് ചെയ്തവർക്ക് ഫലം കിട്ടിയെന്ന് പറയുന്നു. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അത്രയ്ക്ക് പവർഫുള്ളായ ദിക്റുകളാണ് അസ്മായിലെ ഹുസ്നയിലെ ഈ ദിക്റുകൾ. അത്രയ്ക്ക് നമ്മൾ വിശ്വാസത്തോടെ ചെയ്ത ഏത് പ്രവൃത്തിയും ഏത് ജോലിയും നമുക്ക് ഫലം കിട്ടുന്നത് പോലെ നമ്മൾ വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് നമ്മുടെ റബ്ബിനോട് ഈ കൈ ഉയർത്തി ചോദിക്കുന്നതോ അത് അല്ലാഹു തആല തീർച്ചയായും തന്നിരിക്കും. നമ്മൾ വിശ്വാസം വേണം, ഒരുപാട് വിശ്വാസം വേണം. നമ്മൾക്ക് കിട്ടും, നമ്മുടെ റബ്ബ് നമ്മൾക്ക് തരും, നമുക്ക് തരാതിരിക്കില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ തീർച്ചയായും കിട്ടിയത് തന്നെ ചെയ്യും. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കൂ. കമൻറ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് കണ്ടോ. എല്ലാവരും ചൊല്ലുക, തീർച്ചയായും നിങ്ങളിൽ മാറ്റം ഉണ്ടാകുമെന്നും. പണം തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയത്തും ദുഹാ നിസ്കാരത്തിൻ്റെ സമയത്തും നല്ലതാണ് ചൊല്ലുന്നത് എന്ന് കമൻറ്റിൽ അറിയിച്ചിരിക്കുന്നത് കണ്ടോ. അതുപോലെ ചൊല്ലുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എൻ്റെ ദുആ സ്വീകരിക്കപ്പെടാത്തത്? അള്ളാഹു ഒരിക്കലും ഒരു ദുആയും നഷ്ടപ്പെടുത്തുകയില്ല. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നെ വിളിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അള്ളാഹുവിനെ നമ്മൾ ശരിയായ നാമങ്ങളിൽ വിളിക്കാറുണ്ടോ? അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്നയിൽ 99 മനോഹരമായ നാമങ്ങളുണ്ട്. അതിൽ ഓരോ നാമത്തിനും ഓരോ ശക്തിയുമുണ്ട്, ഓരോ അർത്ഥവുമുണ്ട്, ഓരോ ദയയുമുണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ 4 മഹത്തായ നാമങ്ങളാണ് അതിൽ പവർഫുള്ളായ നാമങ്ങളാണിത്. അതിൽ നമ്മൾ എന്ത് വിചാരിച്ച് ചെയ്യുന്നുവോ നമുക്കത് ഉത്തരം കിട്ടിയിരിക്കുക തന്നെ ചെയ്യും. പവർഫുള്ളായ നാമങ്ങളാണ്. ആദ്യം ഈ നാമങ്ങൾ ചെല്ലുവാൻ നേരത്ത് നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷമാണോ ദുഹാ നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമസ്കാരങ്ങൾ തിരഞ്ഞെടുക്കാം. അതിനുശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് സലാത്ത് ചൊല്ലുക. എത്ര സലാത്ത് ചൊല്ലുന്നുവോ അത്രയും ദുആ സ്വീകരിക്കാൻ കിട്ടുന്നതാണ്. അതിലെ മഹത്തായ നാമങ്ങളാണ്. ഒന്നാമത്തെ നാമമായ യാ ഫതാഹ് യാ അല്ലാഹ്, യാ ഫതാഹ് യാ അല്ലാഹ്, യാ ഫതാഹ് യാ അല്ലാഹ്. അതിൻ്റെ അർത്ഥം തന്നെ എന്ത് മനോഹരമാണ്. എല്ലാം തുറക്കുന്നവൻ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അടഞ്ഞ വാതിലുകളുണ്ടെന്നറിയാമോ? നമുക്കൊരു ജോലി കിട്ടുന്നില്ല, ശരിയാവുന്നില്ല. നമ്മുടെ മക്കളുടെ വിവാഹങ്ങൾ നടക്കുന്നില്ല, വൈകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഒരുപാട് കാലമായി പലതിനും നടക്കണം, എന്നിട്ട് ഒന്നും ശരിയാകുന്നില്ല. ഇതിനെല്ലാം കൂടി തുറക്കാത്ത വാതിൽ തുറക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മനോഹരമായ നാമമാണ് യാ ഫതാഹ് യാ അല്ലാഹ്. അവൻ തുറക്കാത്ത വാതിലില്ല ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ നാമമായ യാ കരീം യാ അല്ലാഹ്, യാ കരീം യാ അല്ലാഹ്, യാ കരീം യാ അല്ലാഹ്. അർത്ഥം അതിയായ ദാനശീലനാണ് നമ്മുടെ പടച്ച റബ്ബ്. അതിയായ ദാനശീലനാണ്. ഒരുപാട് നമ്മൾക്ക് ഗുണങ്ങൾ ചെയ്യുന്നു. നമ്മൾ ചോദിച്ചില്ലെങ്കിൽ ഒരുപാട് നമ്മൾക്ക് നൽകുന്നുണ്ട്. നമ്മൾക്ക് അർഹതയില്ലെങ്കിലും പടച്ച റബ്ബ് നമ്മൾക്ക് നൽകുന്നു. പാവങ്ങൾ ചെയ്താലും ഒരുപാട് പാവങ്ങൾക്ക് ഒന്നുകൂടി ചെയ്താലും നമുക്ക് ക്ഷമ നൽകുന്നവനാണ്. അവൻ കരീമാണ്, അവൻ ലജ്ജിപ്പിക്കില്ല. മൂന്നാമത്തെ നാമമാണ് യാ റസാഖു യാ അല്ലാഹ്, യാ റസാഖു യാ അല്ലാഹ്, യാ റസാഖു യാ അല്ലാഹ്. ഉപജീവനം നൽകുന്നവൻ. നമ്മുടെ വീട്ടിൽ പണമില്ലേ, കടബാധ്യതയുണ്ടാകുമോ, ജോലി കിട്ടുന്നില്ലേ, ഭർത്താവിന് ജോലിയില്ലേ, മക്കൾക്ക് ജോലിയില്ലേ, വീട്ടിൽ ബുദ്ധിമുട്ടുകളാണോ, കടബാധ്യതയാണോ? ഇതിനെല്ലാം ഉത്തമമായൊരു നാമമാണ് യാ റസാഖു യാ അല്ലാഹ്. റിസ്ക് മനുഷ്യൻ കൊടുക്കുന്നതല്ല, അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത്.
അത്. നാലാമത്തെ നാമമായ യാ വഹാബ് യാ അല്ലാ, യാ വഹാബ് യാ അല്ലാ. പ്രതിഫലം പ്രതീക്ഷിക്കാതെ നമുക്ക് നൽകുന്നവനാണ്. നമുക്ക് സന്താനം വേണമോ, ശാന്തി വേണോ, സന്തോഷം വേണമോ, അവൻ ചോദിക്കാതെ പോലും നൽകുന്നവനാണ്. നമ്മുടെ മക്കളെ കൊണ്ട് സന്തോഷം വേണോ, നമ്മുടെ ഭർത്താവിനെ കൊണ്ട് സന്തോഷം വേണോ, നമ്മുടെ കുടുംബക്കാരെ കൊണ്ട് സന്തോഷം വേണോ, ഇതിനെല്ലാത്തിനും പരിഹാരമാണ് ഈ 4 നാമങ്ങളും. ഓരോന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള എണ്ണത്തിലും ചൊല്ലുക. എത്ര കണ്ട് എണ്ണം ചൊല്ലി ആത്മാർത്ഥതയോടെ ചൊല്ലുന്നുവോ അത്രയും പ്രതിഫലം കിട്ടുന്നതാണ്. അത്രയും നമുക്ക് ഒരുപാട് തടസ്സങ്ങളില്ലാതെ നമ്മളെ ആവശ്യങ്ങൾ നിറവേറുന്നതാണ്. 3 ദിവസം വിശ്വാസത്തോടെ ചൊല്ലി ദുആ ചെയ്യുക, പെട്ടെന്ന് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മളുടെ പടച്ച റബ്ബ് അല്ലാഹു തആല പരീക്ഷണാർത്ഥം എന്നാണ് കിട്ടുന്നത് അല്ലാഹു തആലയ്ക്ക് മാത്രമേ അറിയാവൂ. നമ്മൾ പ്രാർത്ഥിക്കുക, ഉത്തരം തരുന്നത് അവനാണ്. അവൻ്റെ ഉത്തരം നമ്മൾ സ്വീകരിക്കേണ്ടി കാത്തിരിക്കുക. നമുക്ക് ദുആ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും മാത്രമല്ലേ കഴിയുള്ളൂ. അതിനെല്ലാം പ്രതിഫലങ്ങൾ തരുന്നത് അവനല്ലേ. അവൻ തരുമ്പോൾ മാത്രമല്ലേ നമ്മൾക്ക് കൈനീട്ടി വാങ്ങാൻ കഴിയുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യുക. നമ്മുടെ ദുആ ചെയ്യുന്നത് അല്ലാഹു ശൂന്യതയിലേക്ക് പോകുന്നില്ല. അവയെല്ലാം അല്ലാഹുവിൻ്റെ അർശിന് മുന്നിൽ എത്തുന്നു. നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ അവൻ കേൾക്കുന്നു. നമ്മൾ വേദന പറയുമ്പോൾ നമ്മുടെ റബ്ബ് അറിയുന്നു. ചിലപ്പോൾ അവ ഉടൻ നൽകും, പക്ഷേ ചിലപ്പോൾ കുറച്ച് വൈകി നൽകും. ചിലപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമുക്ക് നൽകി അത്ഭുതപ്പെടുത്തും. എന്താണത് നമ്മുടെ നാഥൻ്റെ പ്രവൃത്തി. അതുകൊണ്ട് ആരും ഒരിക്കലും പറയില്ല അല്ലാഹ് നീ നമ്മുടെ ദുആ സ്വീകരിക്കുന്നില്ല എന്ന്. പകരം പറയൂ അല്ലാഹു എനിക്ക് ഏറ്റവും നല്ല സമയം തിരഞ്ഞെടുക്കുകയാണ് എന്ന്. ഇന്നു മുതൽ എല്ലാവരും ഒരു പ്രശ്നം വന്നാൽ ഭയപ്പെടരുത്. കൈ ഉയർത്തി യാ ഫത്താ യാ അല്ലാ, യാ കരീം യാ അല്ലാ, യാ റസാഖ് യാ അല്ലാ, യാ വഹാബ് യാ അല്ലാ എന്ന് വിശ്വാസത്തോടെ വിളിക്കൂ. ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ കരഞ്ഞിരുന്ന സ്ഥലത്ത് നിങ്ങൾ ചിരിക്കുന്നതായി കാണാം. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ സമാധാനത്തോടെ നിറയ്ക്കട്ടെ. നമ്മുടെ വീടുകളിൽ ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു ദുആ കൂടി ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ എഴുതാം. ഇൻഷാ അല്ലാഹ് ഞാനും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്കായി ദുആ ചെയ്യാം. ഓർക്കൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, അല്ലാഹു നിങ്ങളോടൊപ്പം ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. എല്ലാവരും ഒരുമിച്ച് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്.